ഫിഫ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസിന് ഇന്ന് ആദ്യ പോരാട്ടം. രാത്രി 12:30 നടക്കുന്ന കളിയിൽ സെനഗലാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 നോർവേ ഇറാഖിനെ നേരിടും. 2018 ചാമ്പ്യന്മാർ, 2022 റണ്ണേഴ്സും തുടർച്ചയായ മൂന്നാം ലോകകപ്പിലും ഫൈനൽ ലക്ഷ്യമിട്ടുള്ള ഫ്രഞ്ച് പടയോട്ടത്തിന് തുടക്കമാവുന്നു. തുടർച്ചയായ 3 ലോകകപ്പ് ഫൈനൽ കളിച്ചവരെന്ന വെസ്റ്റ് ജർമ്മനിയുടെയും ബ്രസീലിന്റെയും റെക്കോർഡിനൊപ്പമെത്താൻ ദിദിയർ ദശാംസിന്റെ സംഘത്തിന്റെ സാധ്യതകളേറെ. കിലിയൻ എംബാപ്പെ, ലോക ഫുട്ബോളർ ഉസ്മാൻ ഡംബലെ, മൈക്കൽ ഒലീസെ, ഡിസൈർ ഡൂവോ, ബ്രാഡ്ലി ബാർക്കോള, മാർക്കസ് ടൂറാം. ലോക ഫുട്ബോളിലെ റൂത്ത്ലെസ് അറ്റാക്കിംഗ് നിര ഫ്രാൻസിന് സ്വന്തം. റയാൻ ചെർക്കിയും എൻകോളോ കാന്റെയും ചൗമേനിയും ഉൾപ്പെടുന്ന മധ്യനിരയും വില്യം സാലിബയും ഉപമക്കാനോയും യൂൾസ് കൂണ്ടയും അണിനിരക്കുന്ന പ്രതിരോധ കോട്ടയും ഫ്രഞ്ച് പടയെ കിരീടപ്പോരിൽ മുന്നിൽ നിർത്തുന്നു. സെനഗലും ചില്ലറക്കാരല്ല. ആഫ്രിക്കൻ വൻകരയുടെ ജേതാക്കളെന്ന പട്ടം ഫെഡറേഷൻ തിരിച്ചെടുത്തെങ്കിലും ഏത് വമ്പന്മാരെയും അടിച്ചിടാൻ മിടുക്കരാണ് സാദിയോ മാനയും സംഘവും. കലീഡോ കൂലിബാലി, നിക്കോളാസ് ജാക്സൺ, എഡ്വേർഡ് മെൻഡി എന്നിവരടങ്ങിയ സെനഗലിന് 2002 ലോകകപ്പിൽ ഫ്രാൻസിനെ അട്ടിമറിച്ചതിന്റെ ഓർമ്മകളും ആത്മവിശ്വാസമേകും. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിനെത്തുന്ന നോർവേയുടെ എതിരാളികൾ 40 വർഷം കഴിഞ്ഞെത്തുന്ന ഇറാഖ്. ഏർലിംഗ് ഹാലൻഡ്, മാർട്ടിൻ ഓഡേഗാർഡ്, അലക്സാണ്ടർ സോർലോത്ത് എന്നിവരുൾപ്പെടുന്ന നോർവേ യോഗ്യതാ റൗണ്ടിലെ പോലെ ഗോളടിച്ചു കൂട്ടിയാൽ ഇറാഖ് കനത്ത നാശം നേരിടേണ്ടി വരും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.